14:18. യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പറഞ്ഞേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇപ്പൊ ഇതൊരു അറിവുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സന്ധിക്കാതെ ഇരിക്കുകയില്ല എന്നായി പറയണത്. ഞാൻ നിങ്ങളെ സന്ധിക്കാതെ ഇരിക്കുകയില്ല. അത് കാരണം ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും. ഈ വചനങ്ങളെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. ഈശോയുടെ മൈൻഡ് സെറ്റ് അതാണ്. ഞാൻ നിങ്ങളെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വിട്ടേ. ഇത് ഇവിടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന. മർക്കോസ് 8:2-3 തിരുവചനങ്ങൾ. മർക്കോസ് 8:2. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ഈ വിഷയം ഈശോ അഡ്രസ് ചെയ്യും, തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യും. അതായത് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അപ്പം എൻ്റെ അർത്ഥം എന്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത്? അവരെ ജോലി വരുന്നുണ്ടായിരുന്നു ഇല്ലേ? ജോലി വരുന്നില്ലേ? നിങ്ങളുടെ IELTS നിങ്ങളുടെ OET എല്ലാം അതിൻ്റെ വരുന്നുണ്ട്. എന്താ കാര്യം? ജോലി ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ ഭക്ഷണം മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ടാകാതിരിക്കും. അതാണ് വെറും കൈയോടെ. അതാണ് ഞാൻ വെറും കൈ. ആ വചനം ഒന്നിട്ട് വായിച്ച്. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. വഴിയിൽ തളർന്നു വീഴും. ഇപ്പം ഒരു കാര്യം സത്യമാണ്, വഴിയിൽ തളർന്നു വീഴാത്ത നടപടിക്രമങ്ങൾ അത് എമർജൻസി നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് കിട്ടും. ഉടമ്പടിയിൽ അത് നടന്നു, ഫസ്റ്റ് എയ്ഡ് കിട്ടിയിരിക്കും. പക്ഷെ നിങ്ങൾ പല ആൾക്കാരും ഫസ്റ്റ് എയ്ഡിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ക്രിസ്തുവിലെ നങ്കൂരം ഉറപ്പിക്കുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചത്, നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്, ജോലിക്ക് വേണ്ടി മാത്രമാണ്, വിവാഹം ഒക്കാൻ വേണ്ടി മാത്രമാണ്, വീടിന് ലോൺ പാസ്സാകാൻ വേണ്ടി മാത്രമാണ്, രോഗം സുഖപ്പെടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ. അതാണ് യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ വിഷയം മാറും. വേറെ ആരിലും പ്രത്യാശ കൊണ്ടുപോലല്ല യേശുക്രിസ്തു പ്രത്യാശ വയ്ക്കുന്നവർ. അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി ഓരോരോ ദൈവസങ്കല്പങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നവരെ എന്ത് ചെയ്യണം? അതിൻ്റെ സെക്കൻഡ് ഓപ്ഷനിൽ എന്ത് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി യേശുവിൽ പ്രത്യാശ അർപ്പിക്കണം. ശരിയല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിന് എപ്പോഴും വിഷയമെന്ന് പറയുന്നത് 2 കാര്യങ്ങൾ. ഈശോ ലോകത്തിലെ കാര്യങ്ങൾ 2ആയിട്ട് ഈശോ തിരിക്കും. ഈ ജീവിതത്തിന് വേണ്ടിയുള്ളതും നിത്യജീവിതത്തിന് വേണ്ടിയുള്ളതും. അതിന് ഈശോ പറഞ്ഞത് എന്താണ്? പിതാവിൻ്റെ കാര്യമെന്ന് പറയും, പിന്നെന്ത് പറയും? മാനുഷിക കാര്യങ്ങളെന്ന് പറയും. കാര്യങ്ങൾ ഉണ്ട് ഈശോയ്ക്ക്, പക്ഷേ 2ആയിട്ട് തിരിക്കും. അമ്മയോട് ഈശോ എന്താ പറയണത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം. ടേക്ക് ദ ബെഡ് ഗോഡ്. ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 2:49. ലൂക്കാ സുവിശേഷം 2:49. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അവസാന പിതാവിനും ഒരു സെക്കൻഡ് നോളജ് ഉണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ഫസ്റ്റ് നോളജ് അമ്മയ്ക്കാണ്. കാര്യം മംഗളവാർത്ത കിട്ടിയ അമ്മയ്ക്കാണല്ലോ. മംഗളവാർത്ത കിട്ടിയത് പിതാവിൻ്റെ കാര്യം ആരാണ് പറഞ്ഞത്? ആദ്യം അമ്മയോടല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിവില്ലേ എന്ന് ചോദിക്കണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവരാണ്, നിങ്ങൾക്ക് അറിവില്ലേ? അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള അറിവിൽ ഒരറിവ് എന്താണ്? ബേസിക് അറിവ് എന്താണ്? ഈ അന്വേഷിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്ന് വെച്ചാൽ, എന്തിനാണ് എന്നെ അന്വേഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അന്വേഷിക്കണത് എന്തിനായിരിക്കണം എന്നാണ് ഈശോ പറയണത്.
പറഞ്ഞ മനസ്സിലായ? എന്നെ അന്വേഷിക്കണത് എന്തിന് ആയിരിക്കണം? എന്തിനാണ് അന്വേഷിക്കേണ്ടത്? പിതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്നെപ്പോലെ വ്യാപൃതനാകാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത്. ഓക്കെ അല്ലേ? മനസ്സിലായ? വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടി എന്നെ അന്വേഷിക്കണം? എന്തിനു വേണ്ടി അന്വേഷിക്കണം? എന്നെപ്പോലെ നിങ്ങളും പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതയാകാൻ വേണ്ടിയാണ് എന്നെ അന്വേഷിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഒരു വിഷയം എന്ന് പറയുന്നത്, വേറെ അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം ആൾക്കാർ വട്ടിയും കൊട്ടയും എടുത്ത് പഴയ ഓർമ്മയ്ക്ക് ഈശോൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ച ഒരു ദിവസം സന്ധ്യക്കായിരുന്നു, വൈകുന്നേരം ആയപ്പോഴാണ്. കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ച് കുറേ ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ട് രാത്രി അവർ സപ്പറെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നാളെ അവൻ രാവിലെ അപ്പം വർദ്ധിപ്പിക്കും, അതുകൊണ്ട് നമുക്ക് വെളുപ്പിന് കിട്ടണ വണ്ടിക്ക് പോയേക്കാന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് ആൾക്കാർ വന്നിരിക്കുകയും. അപ്പോഴേ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കണമെന്ന് എനിക്ക് അറിയാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:26. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഈശ്വരനെ അന്വേഷിക്കുന്ന ആൾക്കാരെ രണ്ട് തരത്തിൽ തിരിക്കാൻ പറ്റും. എന്താണ്? ഒന്ന്, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് അടയാളം. അപ്പം അവിടുത്തെ അടയാളം എന്ന് പറയുന്നത് അപ്പം ഭക്ഷിക്കുന്നതല്ല, ഈശോ ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്ന രീതിയിലാണ്, നിത്യതയുടെ അടയാളമാണ്. ഈശോ കാണിക്കുന്ന അത്ഭുതങ്ങളെല്ലാം നിത്യതയുടെ മുന്നാസ്വാദനങ്ങളാണ്. അതുകൊണ്ടാണ് പറയണത്, പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പമെന്ന്. ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കുമെന്നാണ്. അത് ഏതപ്പത്തെക്കുറിച്ചാണ് പറയണത്? കർത്താവ് ഭാഗിച്ചു കൊടുത്ത അത്ഭുതത്തിൻ്റെ അപ്പത്തെക്കുറിച്ചല്ല പറയണത്, കർത്താവിൻ്റെ ശരീരം തന്നെയായ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പറയണത്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ അതാണ് വിഷയം. അതിൻ്റെ അടയാളമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അതിൻ്റെ നിത്യത ജീവൻ്റെ അടയാളമായിട്ടാണ്, അതാണ് അതിൻ്റെ അടയാളം. അതുകൊണ്ട് ഈശോ പറയേണ്ടത് അടയാളങ്ങൾ, നിത്യജീവൻ്റെ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, ഇന്നലെ അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത്. അപ്പോൾ അത്ഭുതങ്ങൾക്ക് പുറകെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി വീട് ജോലി വിവാഹം കിണറിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പട്ടിക ഉണ്ടാക്കി ഈശോൻ്റെ കൂടെ പോയാൽ അധികകാലം പോകാൻ പറ്റത്തില്ല. അതാണ് വിഷയം. കർത്താവ് പറയും, പുറകിൽ പോകാൻ പറയും, മുമ്പിൽ കയറി നിൽക്കണ്ട, പുറകിൽ പോകാൻ പറയും. നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. 10 ദിവസത്തോട് പറഞ്ഞില്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. മത്തായി 16:23. മത്തായി 16:23. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകൂ, സാത്താനേ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അപ്പം ഇത് വിഷയമായത് അടിക്കടി അനുഭവങ്ങളും അതിശയങ്ങളും മാത്രം ലാക്കാക്കിക്കൊണ്ട് യേശുവിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ 10 ദിവസം വിളിച്ച വിളി നിന്നെയും വിളിക്കും. ചെകുത്താനെ വണ്ടി വിട്ടേക്കാൻ പറയും. അതാ വിഷയം. നിസ്സാരമല്ല വിഷയം. നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് ക്രിസ്തു ആരാണെന്ന് നമ്മൾ അറിയേണ്ടി വരും. നമ്മൾ പട്ടി ചാകണ പോലെ ചാകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മുടെ വില കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള വരം നൽകിയെന്ന് പറയും, അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്? നിത്യജീവനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ബുദ്ധിയുള്ളവർ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ. അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറകെ പോകേണ്ടി വരും.
സാത്താനെ നീ എനിക്ക് പ്രതിബന്ധമാണെന്ന് പറയും. എന്താണ്? സാത്താനെ നീ എനിക്ക് പ്രതിബന്ധമാണെന്ന് പറയും. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും രണ്ട് കാര്യങ്ങളുണ്ടാവും. എന്താണ്? അമ്മയോട് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപതനാകേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? ഇപ്പോഴെന്താ പത്രോസ് പറയണത്? നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഈശോയ്ക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈശോയുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മാനുഷിക കാര്യങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവിക കാര്യങ്ങളും അന്വേഷിക്കണം. അപ്പോൾ അത് ഇതിൻ്റെ അകത്തൊരു താക്കോലാണ്, രഹസ്യമാണത്. ശരിക്കും പറഞ്ഞാൽ ഈ മാനുഷിക കാര്യങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ക്രിസ്തുവിലൂടെ ദൈവിക കാര്യങ്ങളും അന്വേഷിക്കണം. മരിക്കാതിരിക്കാൻ, നിത്യതയോളം ജീവിക്കാൻ അകപ്പാട് നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വചനത്തിലും സാക്ഷിയായി ജീവിച്ചുകൊണ്ട് അവൻ നേടിയെടുത്ത അനുഗ്രഹത്തിന് പകരം അവൻ നേടിയെടുത്ത കൃപയുടെ പങ്കാളികളാകാൻ വേണ്ടിയുള്ള ബോധപൂർവമായ സാക്ഷ്യ ശുശ്രൂഷ ചെയ്യണം. സാക്ഷ്യം അവിടെയാണ് വരേണ്ടത്. സാക്ഷ്യ ജീവിതം. സാക്ഷ്യ ജീവിതത്തിലൂടെയാണ് നമ്മൾ വചനം കേൾക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കും. ദൈവം നമ്മോട് സംസാരിക്കും. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? ദൈവത്തിന് രണ്ട് തരം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളോട്, അറിവുമുണ്ട്, പിന്നെന്താണ്? ജ്ഞാനവും ഉണ്ട്. അറിവെന്ന് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ കേൾക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വഴികൾ, ലളിതമായിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ് അനുഗ്രഹാധിഷ്ഠിത ആധ്യാത്മികത. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. 6 മാസം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അത് ഞാൻ പ്രാർത്ഥിച്ച കൊണ്ട് മാത്രമായിരിക്കത്തില്ല. എൻ്റെ പഴയ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്കാണ്, എൻ്റെ മാർക്ക് കൊണ്ട് കൂടിയായിരിക്കും ചിലപ്പോൾ എനിക്ക് ജോലി കിട്ടിയെന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ അനുഗ്രഹ തൊഴിലാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് ഇവർക്ക് ഈ വിശ്വാസം നിൽക്കത്തുള്ളൂ. അതെപ്പോഴും ഈ അനുഗ്രഹ തൊഴിലാളി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ പറയുന്ന സാക്ഷ്യവും അതിൻ്റെ അനുഭവവും കുറച്ച് കഴിയുമ്പോൾ സാത്താൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന് എടുത്തു കളയും. എന്താ കാര്യം? എന്നിട്ട് നിങ്ങൾക്ക് വേറെ കള കൊണ്ടൊന്ന് വിതക്കും. നിങ്ങൾ പറയും, അതിപ്പോൾ അത് ലോൺ കിട്ടുകയല്ലേ, അത് വീട് കിട്ടിയല്ലേ, അത് നാട്ടുകാർക്ക് എല്ലാം കിട്ടിയല്ലോ, അതിപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ കിട്ടിയാവണം നിർബന്ധമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കളകൾ വളരാൻ തുടങ്ങും. തെറ്റായ ബോധ്യങ്ങൾ. ഇപ്പം നീ കാലയെ പിടിച്ച് കരഞ്ഞ് കർത്താവെ നീ എന്നെ സഹായിച്ചാലും ഞാൻ ചത്തുകളെയും കെട്ടി ദുഃഖമൊക്കെ പറഞ്ഞുകൊണ്ട് കന്നേ കാളെ നിലവിളിച്ചാണ് ഈ അനുഗ്രഹം ഒപ്പിച്ചെടുത്തതെങ്കിലും 6 മാസം കഴിയുമ്പോൾ നീ നിൻ്റെ തനി നിറം കാണിക്കും. എന്താ കാര്യം? 6 മാസം കഴിയുമ്പോൾ നിൻ്റെ വിശ്വാസം വിട്ടുപോകില്ല. ജനങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കാതിരുന്നതിൻ്റെ കാരണം എന്താ? 12:48 എന്താ പറയണത്? കളകൾ വിതക്കപ്പെടാൻ വേണ്ടി ശത്രു കയറാതിരുന്നതിൻ്റെ കാര്യം എന്താണ്? കർത്താവിനെ വിട്ടുപിരിയാതെ നിന്നുകൊണ്ടാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ കർത്താവിനെ വിട്ടുപിരിയുമല്ലോ. കർത്താവിനെ വിട്ടുപിരിയാനുള്ള കുഴപ്പമെന്ന് അറിയാമോ? നിസ്സാര കാര്യം. കർത്താവിനെ കൂടെ നിർത്തണമെങ്കിൽ ഒരു 9 കാര്യം വേണം. കർത്താവിനെ വിട്ടുപിരിയണമെങ്കിൽ ഒരു കാര്യം മതി. ഇപ്പം നിങ്ങളൊരുത്തനോട് 2-3 ലക്ഷം രൂപ വസ്തു വിൽക്കുമ്പോൾ തരാം എന്നും പറഞ്ഞുകൊണ്ട് മകളെ കെട്ടിക്കാൻ വേണ്ടി മേടിച്ചു. എന്നിട്ട് വസ്തു നിങ്ങളുടെ അയൽവാസിന് മേടിച്ചതാണ്. എന്താ പറഞ്ഞിരിക്കണത്? മകളുടെ കല്യാണമാണ്, മനസ്സമ്മതം കഴിഞ്ഞപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കാര്യം കാശ് തന്നില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങുമെന്ന് പറഞ്ഞാൽ മേടിച്ചിരിക്കണ പൈസ മേടിക്കണേ. പിന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറയും. ഞാൻ കറണ്ട് കമ്പിയെ പിടിക്കും, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയും. അത് നിലയം വിളിച്ചൊക്കെ നമ്മൾ ഓട്ടോറിക്ഷ ഗിയർ ചേഞ്ച് ചെയ്യണ പോലെ സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ എന്നൊക്കെ നിലയം വിളിച്ച് കാശ് പിടിക്കും നമ്മൾ. അത് പ്രൊഫഷണൽ കരച്ചിലുകാരുണ്ട്, അവർ കാശ് വാങ്ങിക്കും. കാശ് വാങ്ങിച്ചിട്ട് തട്ടിപ്പുകാരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വസ്തു വിൽക്കുമ്പോൾ തരാമെന്നല്ല പറഞ്ഞിരിക്കണത്. ഇനി ഇവരെന്താ വിഷയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു വിൽക്കുന്ന സമയത്ത് ഇവർ പറയും, ഞാനൊന്ന് മകളെ കാണാൻ പോകണമെന്നും പറഞ്ഞ് പോകും. മകളുടെ വീട്ടിൽ പോകും. ശരിക്കും പറഞ്ഞാൽ മകളെ കാണാൻ പോകണതല്ല, അന്ന് രജിസ്റ്റർ കച്ചേരിയിൽ വസ്തു വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ നിങ്ങളെവിടെ പോകണം? അപ്പോൾ വസ്തു വിൽക്കാൻ പോകണം. വസ്തു വിറ്റില്ല, അപ്പോൾ എൻ്റെ കാശ് കിട്ടുമല്ലേ. അവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെന്താ പറയണത്? തലേ ദിവസം എഴുന്നേറ്റും പറയും, ഞാനെൻ്റെ മകളെ കാണാൻ പോകുമ്പോൾ മകളുടെ വീട്ടിൽ പോയി നിൽക്കും. എന്നിട്ട് അവിടുന്ന് രജിസ്റ്റർ കച്ചേരി വരും. അപ്പോൾ നിങ്ങളെന്താ ഉദ്ദേശിച്ചിരിക്കണത്? കാശ് കിട്ടുമ്പോൾ ഇവർക്ക് കൊടുക്കരുത്, താമസിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വേണമെങ്കിൽ 2 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലം വീടിൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കണം തൽക്കാലം. മറ്റവളെ നമുക്ക് ചെറുവരലെ നിർത്താം. ഈ ഒറ്റ കാര്യം മതി ക്രിസ്തു വിട്ടുപോകാൻ. ഈശോനെ കൂടെ നിർത്താൻ നമുക്ക് 9 കാര്യം ചെയ്തേണ്ടി വരും. പക്ഷേ ഈശോ വിട്ടുപോകാൻ വേണ്ടി ഈ ഒരൊറ്റ തരികിട പരിപാടി കാണിച്ചാൽ മതി, വിട്ടുപോയിക്കോളൂ. കാര്യം അനുഗ്രഹ തൊഴിലാളിയുടെ പ്രശ്നമെന്ന് പറയണത് അവൻ ഈശോ ഒരിക്കലും പ്രശ്നമല്ല. ഈശോനെ കൂടെ നിർത്തുന്ന ഒരു പ്രശ്നമല്ല. നമ്മുടെ കള്ളിൽ വള്ളക്കള്ളി വെള്ളം കയറാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല.
അതുകൊണ്ട് തന്നെ ഡേറ്റി ഫെല്ലോസാണ് ഈ അനുഗ്രഹ തൊഴിലാളികൾ എന്ന് പറയുന്നത്. അവനൊരു വിഷയം വന്ന സുവിശേഷത്തെ നിരക്കാത്തൊരു തീരുമാനം എടുക്കും. ചതിവ്, വഞ്ചന, പറ്റിപ്പ്, മറ്റുള്ളവരുടെ കണ്ണി പൊടിയിടുക, ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കും. അതോടുകൂടി അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. കാര്യം എന്താ വെച്ചാൽ ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ദൈവസങ്കല്പങ്ങളും ഈശോയും തമ്മിൽ വ്യത്യാസം അതാണ്. എന്താ? നിങ്ങൾക്ക് ആരിൽ എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? അതാണ് വിഷയം. അപ്പോൾ ആ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് മനുഷ്യരാശി ഒതുങ്ങിപ്പോയതാണ്. കൈ ചൂണ്ടാൻ പറ്റത്തില്ല കർത്താവിൻ്റെ നേരെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ നിരക്കാത്തൊരു തീരുമാനം വെച്ചുകൊണ്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന് നിക്കക്കളി ഉണ്ടാകാതിരിക്കും, വിട്ടുപോകും. അപ്പം നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ? എന്ത് വില കൊടുത്തും കർത്താവിനെ കൂടെ നിർത്തുകയാണ്. അതിങ്ങനെ കൂടെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആ റിലേഷൻ അനുഗ്രഹം ബേസ്ഡ് ആകാതെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യണം. റിലേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടാണ് അത് അങ്ങനെ വരുമ്പോൾ നഷ്ടങ്ങളെല്ലാം നിത്യതയ്ക്കുള്ള മുതലോഹരി വരുമാനം തിരിച്ചടച്ചുകൊണ്ടിരിക്കും നമ്മൾ. നിത്യത ഒരിക്കലും നിങ്ങൾക്കത് സൗജന്യ ദാനമാണെന്ന് ഞാൻ പറയത്തില്ല. സൗജന്യ ദാനമാണെന്ന് ഞാൻ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ രക്ഷാ നടപടി സൗജന്യമാണ്, കർത്താവ് ഏകപക്ഷീയമായി ചെയ്ത കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഈ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു പാപത്തിൻ്റെ പരിഹാരം ചെയ്തു. ഇപ്പം ഗവൺമെൻറ് അവർ എടുത്ത ലോണുകളെല്ലാം ഗവൺമെൻറ് നിങ്ങൾ വസ്തുവിനും വിദ്യാഭ്യാസത്തിനും എടുത്ത ലോണെല്ലാം ഗവൺമെൻറ് എഴുതി തള്ളിയെന്ന് പറഞ്ഞ് ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാകും. ക്യാബിനറ്റ് തീരുമാനമുണ്ട്. എന്താണ്? ഗവൺമെൻറ് തിരിച്ചടച്ചോളാം, ബാങ്കിൽ നിങ്ങളെടുത്ത കാശ് ഗവൺമെൻറ് അടച്ചോളാം എന്നും പറഞ്ഞ് ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കുറേ ഹാപ്പി ആവും. കാര്യം എന്താണ്? നമ്മൾ കൊടുക്കാനുള്ളത് ഗവൺമെൻറ് കൊടുത്തല്ലോ. ഉടനെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് ബാങ്കിൽ ചെന്നാൽ കിട്ടുമോ? അത് കിട്ടത്തില്ല. അവർ തന്നെ ഗവൺമെൻറ് തീരുമാനം എടുത്തതേ ഉള്ളൂ, അടച്ചിട്ടില്ലെന്ന് പറയും. അവരുടെ പ്രോസസ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരണം. യേശു നേടിയെടുത്ത രക്ഷ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം എന്താണ്? ഞാൻ യേശുവിൻ്റെ രക്ഷയിൽ നേടിയെടുത്ത രക്ഷയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. ഇപ്പം കത്തോലിക്ക വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ചുമ്മാ കയറി വിശ്വസിച്ചിട്ട് വല്ലപാട് 5 പെണ്ണുങ്ങളെയും വെച്ച് ജീവിച്ചാതൊന്നും പരിപാടി നടക്കത്തില്ല. അതെന്താ കാര്യം? അവൻ പറയണ പോലെ ചെയ്യണം. അവനെന്താ പറഞ്ഞിരിക്കണത്? ആദ്യം പറഞ്ഞത് എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അതാണ് വിഷയം. ഇതാണ് താക്കോലെന്ന് പറയണത്. യേശു നേടിയെടുത്ത രക്ഷ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ആദ്യത്തെ താക്കോൽ എന്താണ്? അനുതാപമാണ്. അനുതാപമാണ്. രണ്ടാമത്തെ കേസ് സുവിശേഷത്തെ വിശ്വസിക്കുകയാണ്. സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം നമ്മൾ ആ എഴുതി വച്ചിരിക്കുന്ന കാര്യമെല്ലാം വിശ്വസിക്കുന്നതല്ല. എൻ്റെ അർത്ഥം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിന്നെ കുടിക്കുവാൻ തന്നു. കുറേ പണിയുണ്ട്. സുവിശേഷത്തെ വിശ്വസിക്കുക, അതാണ് ഉടമ്പടി നിന്ന് കത്താൻ കാര്യം. ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള പ്രാർത്ഥനാ രൂപങ്ങളിലും പ്രവർത്തന രൂപങ്ങളിലും ഏറ്റവും ടോപ്പ് ഉടമ്പടിയാകാൻ കാരണം എന്താണ്? ഇത് കർത്താവ് പറഞ്ഞ വാക്കുകളെ അക്ഷരം പ്രതി ജനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുകയാണ്. അതിനിടയ്ക്ക് എന്ത് ത്യാഗം സഹിച്ചാലും ശരി സഹിച്ചുകൊണ്ട് ദൈവം മനുഷ്യരെ സാക്ഷിയായിട്ട് ജീവിക്കുകയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഈ സത്യവചനം എന്ന് പറയുന്നതിൻ്റെ കാരണം. ആ കാരണം സത്യവചനം, ആ വചനത്തിൻ്റെ സത്യാവസ്ഥ മാത്രമേ സഭ പഠിപ്പിക്കത്തുള്ളൂ. അല്ലാതെ ലൂതറിനെ പോലെ ഫെയ്ത്ത് എലോൺ സഫിക്സ് എന്ന് പറയും. ലൂതർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ലൂതറിന് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. അയാൾ പൗരോഹിത്യമെന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അയാളുടെ അഗ്ലിയായിട്ടുള്ള ജീവിതം കാരണം വിശുദ്ധ പ്രവർത്തികൾ കൂടെ വേണമെന്ന് പറയാൻ അയാൾക്ക് പറ്റത്തില്ല. അതാണ് വിഷയം. അതങ്ങനെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന അപാജയങ്ങളെല്ലാം സുവിശേഷത്തിന് പുറത്ത് കെട്ടിവെച്ചിട്ട് തങ്ങളുടെ തെറ്റിന് ജാമ്യം എടുക്കാൻ വേണ്ടി നോക്കിയാൽ ജാമ്യം കിട്ടത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ സത്യസന്ധമായിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അതാണ് സഭയെന്ന് പറയണത്.
മനുഷ്യർക്ക് തെറ്റാത്ത രീതിയിൽ വചനങ്ങൾ പങ്കുവെക്കാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം? സത്യതിരുസഭ ഇവിടെ നിലനിൽക്കണം. സഭകളങ്ങനെ പലതുണ്ട്. ഓരോരുത്തരും വചനം കേട്ടിട്ട് ഓരോരുത്തർ ഒരു കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ട് നടക്കും. അത് ഗ്രൂപ്പുകളെന്ന് പറയുന്നത് നമ്മളെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണത്. അത് വേറെ ഗ്രൂപ്പൊന്നുമല്ല. ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ തിരുസഭയല്ല. തിരുസഭയാകണമെന്നുണ്ടെങ്കിൽ സത്യസുവിശേഷം അനാദികാലം വരെ ആ ചരിത്രാരംഭം മുതൽ തന്നെ കണ്ടിന്യൂ ചെയ്തു വരണം, യാതൊരുവിധ മാറ്റവുമില്ലാതെ. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവികവരം ഊതിക്കത്തിക്കാൻ പൗലോസ് തിമോത്തിയോട് പറഞ്ഞില്ലേ? അപ്പം കൈവപ്പിലൂടെയാണ് ദൈവികവരം, കുദാശവരം കൈമാറി വരണത്. അതിന് ഒരു ക്രൊണോളജിക്കൽ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ഒരു സഭകൾക്കും, കാത്തലിക് ചർച്ചും അപ്പോസ്തലിക് ചർച്ചുകളും അല്ലാതെ ഒരു സഭയ്ക്കും ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും സഭകളെ അല്ല. അവർക്ക് വേണ പേരൊക്കെ വിളിക്കാവേ. അതുകൊണ്ടാണ് നമ്മൾ സത്യസഭകളും ഗ്രൂപ്പുകളും തമ്മിൽ തിരിച്ചറിയണം. അങ്ങനെയാണ്. ശ്രുതികട ഹല്ലേലൂയ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പക്ഷെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഓരോ വചനത്തിനും 2 അനുഭവ തലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് അറിവിൻ്റെ തലം, രണ്ടാമത്തെ എന്താണ്? ജ്ഞാനത്തിൻ്റെ തലം. കർത്താവുമായിട്ട് റിലേഷൻ ഓൾറെഡി സഡൻ ഒറ്റത്തവണ ഇങ്ങനെ ഉള്ളൊരു റിലേഷൻസ് അല്ല, അത് കണ്ടിന്യൂ റിലേഷനാണ്. ദൈവമായിട്ടൊരു കണ്ടിന്യൂ റിലേഷന് തയ്യാറായ ആയാൽ മാത്രമാണ് ഇതെല്ലാം എഫിക്കസ് ആകണത്, നമ്മുടെ വിഷയങ്ങളെല്ലാം. അല്ലാതെ നിങ്ങളൊരു ഇൻസിഡൻറ്റിന് വേണ്ടി തൽക്കാലം ഒരു വിഷയം ഉണ്ടായി, ഞാൻ അതിനെ ഉടമ്പടി എടുത്തു, ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി. നീതു എന്നും പറഞ്ഞ് ഒരു മോളുടെ സാക്ഷ്യമാണ്. നീതു എൻ്റെ സാക്ഷി ഞാനിപ്പോൾ പറയാൻ കാര്യം, അവൾ എവിടെയോ താമസിക്കുന്നവരാണ്, അയൽവാസിയാണ്, നോൺ ക്രിസ്ത്യനാ. അപ്പോൾ നീതു സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അതായത് നീതുവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര ഈ ക്രിസ്തുവിനെ നമുക്കറിയാവില്ല, ആദ്യ കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ കർത്താവ് നമ്മൾ കുഞ്ഞുങ്ങളോടെല്ലാം കുഞ്ഞുങ്ങളെ പാല് ചോദിക്കുമ്പോൾ അമ്മ അമ്മിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുവാ നീ പോയി ജോലി എടുക്കാൻ പറയുവാ? ഇല്ലേ? അതൊക്കെ അമ്മിൻ്റെ പാലെടുത്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അതുപോലെ ഫ്രഷ് കമേഴ്സിന് എല്ലാം വലിയ ലേബറൊന്നും കൂടാതെ കർത്താവ് അനുഗ്രഹം തരും. അപ്പം നിങ്ങൾ ഓർക്കരുത്, അതൊരു ബാല്യകാലത്ത് ചെയ്യണ കാര്യങ്ങളാണത്. ബാല്യകാലങ്ങൾ നിങ്ങളെ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു ആദ്യകാലങ്ങളിൽ ദൈവം ചെയ്യുന്ന കുറേ ഇൻസെൻറ്റീവാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ വന്നിട്ട് അമ്മ ചോറ് വേണമെന്ന് പറയുമ്പോൾ അപ്പൻ ജോലി എടുത്തിട്ടാണ് ചോറുണ്ടാക്കിയത്, നീയും പോയി ജോലി എടുക്കുക നമ്മൾ പറയത്തില്ല ഒരിക്കലും. അപ്പോൾ നമുക്ക് ടാക്സ് കുറവായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ടാക്സ് കുറവായിരിക്കും, അല്ലേ? അപ്പോൾ മുതിർന്നു വരുമ്പോഴാണ് അവർക്ക് ടാക്സ് വരണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങൾ അനുഗ്രഹം കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കരുത് എന്നും കൊന്നും ഇങ്ങനെ ആയിരിക്കുമെന്ന് ഓർക്കരുത്. അത് നിങ്ങളോട് ദൈവം കാണിക്കുന്ന ഒരു കാരുണ്യമാണ്. പക്ഷെ നിങ്ങൾ മുതിർന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ ആ വിശ്വാസത്തിൻ്റെ വില കൊടുക്കേണ്ടി വരും. ചില ആൾക്കാർ വിശ്വാസത്തിന് വില കൊടുക്കാൻ തയ്യാറാകും, സത്യസന്ധരാകും. ചില ആൾക്കാർ 4 കാലം വീണ് ഓടുകയും ചെയ്യും. അപ്പോൾ ഓടുന്നവരെ കർത്താവിനറിയാം. പക്ഷേ എന്ത് പ്രശ്നം, ഓടേണ്ടതെന്നല്ല, അവർക്ക് ഒരു അത്രയും ആംബിയർ ഉള്ളു. കാരണം വിശ്വാസ ജീവിതം പരിശോധിച്ചാൽ എല്ലാവരും വലിയ രാക്ഷസന്മാരായ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ രാജകുമാരന്മാരായി വന്ന ആൾക്കാരെല്ലാം ഒത്തിരി വില കൊടുത്തവരാണ്. കാര്യം ക്രിസ്തു വില കൊടുത്തതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു വില കൊടുത്തതാണ്. പക്ഷെ അത് മനസ്സിലാകണമെന്ന് നമുക്കില്ല. നമുക്ക് ഈ അനുഗ്രഹം മാത്രമല്ലേ മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ ആ കൃപയുടെ സെക്ഷൻ വരുമ്പോൾ മാത്രമാണ് അത് ഈ നമ്മുടെ വചനത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ അറിവിൻ്റെ തലം കഴിഞ്ഞ് ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് വരും. ഈശോയുമായിട്ട് റിലേഷൻസ് ഒരു നീണ്ട റിലേഷൻസാണ്. അപ്പം അതുകൊണ്ട് തന്നെ അറിവിൻ്റെ തലം ആദ്യം കിട്ടും. അറിവ്, അനുഭവം, ബോധ്യം സാക്ഷ്യമായിട്ടൊക്കെ ആയിട്ട് പെട്ടെന്ന് കിട്ടും. പിന്നീട് ഒരു ജ്ഞാനതലം ഉണ്ടാകും. ജ്ഞാനതലം എന്ന് പറയണത് അത് എല്ലാവർക്കും ഉണ്ടാകത്തില്ല, നമ്മുടെ തീഷ്ണത പോലെ ഇരിക്കും. അറിവിൻ്റെ തലം കഴിഞ്ഞിട്ട് ചില ആൾക്കാർ 30-90 വയസ്സാകുന്ന സമയത്ത് തന്നെ അറിവിൽ തന്നെ കിടക്കത്തുള്ളൂ, ജ്ഞാനതലത്തിലോട്ട് കയറത്തില്ല. കാര്യം അവിടെ അത് ജ്ഞാനത്തിൻ്റെ തലം കൊടുക്കാനുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ആ അറിവ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം അത് കത്തോലിക്കയുടെ കൂട്ടത്തിലുണ്ട്, എല്ലാ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുണ്ട്.
ഈ 70 വയസ്സാകുമ്പോഴും അനുഗ്രഹം മാത്രം ദൈവത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കണവർ. അത് കർത്താവിൻ്റെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ മാതാവിൻ്റെ അടുത്ത് പോകും. മാതാവിൻ്റെ അടുത്തൊന്നും കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അന്തോണിസിൻ്റെ അടുത്ത് പോകും. അന്തോണിസിൻ്റെ അടുത്തും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്. ഞാൻ പണ്ട് കേട്ട ഒരു വിഷയമാണ്. അന്തോണിസ് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് മാല മോഷണം പോയി. അപ്പം അത് അന്തോണിസ് പുണ്യാളൻ്റെ അടുത്ത് ഒരു നേർച്ച നേർന്ന്, മാല കിട്ടാൻ നേർന്നതല്ല, ഇവർക്ക് ജോത്സ്യൻ്റെ അടുത്ത് പോകണം. അതാണ് വിഷയം. ജോത്സ്യൻ്റെ അടുത്ത് പോകണം. ഇവർ ചെല്ലുമ്പോൾ ജോത്സ്യൻ അവിടെ ഉണ്ടാകാൻ വേണ്ടി അന്തോണിസ് പുണ്യാളൻ്റെ മുമ്പിൽ ഒരു നേർച്ച നേരും. എങ്ങനെയുണ്ട് പരിപാടി? അവിടെ മാലയാണ് പോയിരിക്കണത്. മാല പോയി അവർ ജോത്സ്യൻ്റെ അടുത്ത് പോകുകയാണ്. എവിടെയാണ് ആരാണ് കട്ടെന്നറിയാൻ വേണ്ടി. ആ ജോത്സ്യൻ അവിടെ ഉണ്ടാകാൻ വേണ്ടി അന്തോണിസിൻ്റെ അടുത്ത് നേർച്ച നടന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പരിപാടി? അപ്പം അതൊരു കാര്യമില്ല. അങ്ങനെ ഓരോ വകുപ്പാണല്ലോ ഇത്. 90 വയസ്സായാലും ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പറയും, നിങ്ങൾ വിശ്വസിക്കുന്നതിന് നിങ്ങൾ ടാക്സ് ചെയ്യും. അപ്പോൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരെ കർത്താവ് നൽകുന്ന സഹനത്തെ സന്തോഷം സ്വീകരിച്ചുകൊണ്ട് അപ്പോഴും സാക്ഷിയായിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി നോക്കുമ്പോൾ ദൈവം മനസ്സിലാകും. ഈശോ പറയും എന്താണ്? ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്ക് അറിയാം. പറയാൻ പാടില്ലാത്തവരുണ്ടെന്ന് തന്നെ അർത്ഥം. അപ്പം അറിയാൻ പാടില്ലാത്ത ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഞാൻ തിരഞ്ഞെടുത്തവർ എനിക്കറിയാം. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 13:18. യോഹന്നാൻ 13:18. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. പറഞ്ഞേ, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. അപ്പം ഇത് അറിവ് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ എന്ത് വരും? ഞാൻ തിരഞ്ഞെടുത്തവരെ ഈശോയ്ക്കറിയാം. അതിൻ്റെ ജ്ഞാനം എന്താണ്? ഈശോയ്ക്ക് അറിയാൻ പാടാത്ത ആൾക്കാരും ഉണ്ട്. അതാണ് വിഷയം. 10, 30, 40, 50, 90 കൊല്ലമായിട്ട് ക്രിസ്ത്യാനിയുടെ വേഷം കെട്ടി നടക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താ? പുസ്തകത്തെ പേരില്ല. എന്താണ്? ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അത് അറിവാണ്. ജ്ഞാനം എന്താണ്? കുറേ ആൾക്കാരെ കർത്താവിനെ അറിയത്തില്ലെന്ന് പറയും. ആരാണ് അറിയാത്തത്? പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറയുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ എവിടെയെന്ന് വന്നതെന്ന് എനിക്ക് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ പിളർന്നതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 13:25. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്യണത് എന്താണ്? ഞാൻ തിരഞ്ഞെടുത്ത ഇത് പറഞ്ഞതിന് ശേഷമാണ് ഈശോ പറയണത്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്ക് അറിയാം. അപ്പം ജനങ്ങൾ രണ്ടായിട്ട് തിരികെയാണ് ഇവിടെ വെച്ച്. ഒന്ന് ക്രിസ്തുവിനെ അറിയാവുന്ന ആൾക്കാരുണ്ട്, ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. ആരാണ് ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത്? വചനം അധിഷ്ഠിച്ച് അടിസ്ഥാനപ്പെടുത്തി സാക്ഷ്യജീവിതം നയിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ അറിയാൻ പറ്റാത്ത ആൾക്കാരായി മാറും. ഐ ഡോണ്ട് നോ യു എന്തൊരു വാക്കാണ്, എന്ത് കഷ്ടമാണ്. ഒരു മനുഷ്യൻ കേൾക്കാവുന്ന ഏറ്റവും വലിയ ട്രാജിക്കൽ വേർഡാണ് ഐ ഡോണ്ട് നോ യു. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയില്ല എന്ന് പറയും. അങ്ങനെ ഒരു വെർഡിക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാഷ്വൽ ഡിസിപ്ലിൻ എടുക്കുന്നത്. എന്താണ്? നമ്മൾ അറിവിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും മാത്രമല്ല, ജ്ഞാനത്തിന് വേണ്ടിയും കൃപയ്ക്ക് വേണ്ടിയുമാണ് കർത്താവിൻ്റെ മുമ്പിൽ സഞ്ചരിക്കണമെന്ന്. അടുത്ത സ്റ്റെപ്പ് അതാണ്. എന്താണ്? ജ്ഞാനവും കൃപയും. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അറിവും അനുഗ്രഹവും. വചനത്തിന് അനുഭവ തലങ്ങളിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അറിവും അനുഗ്രഹവും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് എന്താണ്? ജ്ഞാനവും അതുപോലെ തന്നെ കൃപയും. ഈ ജ്ഞാനവും കൃപയും വരണത് എങ്ങനെയാണ്? അത് തീഷ്ണതയിൽ നിന്നാണ് വരണത്. അപ്പം ജ്ഞാനവും കൃപയും ഉണ്ടാകാൻ എന്ത് ചെയ്യണം? തീഷ്ണതയാണ് വേണ്ടത്. അപ്പോൾ ദൈവം ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറയും. അറിവിൻ്റെ അപ്പുറത്ത് ജ്ഞാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ദൈവം.